2018 പുറത്തിറങ്ങിയ പിക്സാർ വാൾട്ട് ഡിസ്നി കമ്പ്യൂട്ടർ ആനിമേറ്റഡ് സയൻസ് ഫിക്ഷൻ റൊമാന്റിക് കോമഡിയാണ് വോളി. ഇരുപത്തിയൊമ്പതാം നൂറ്റാണ്ട് മനുഷ്യരുടെ ഉപഭോക്തൃ സംസ്കാരവും കൊണ്ടും പാരിസ്ഥിതിക അവഗണന കൊണ്ടും ഭൂമി മാലിന്യങ്ങൾ നിറഞ്ഞ തരിശു ഭൂമിയെ മാറിയിട്ടുണ്ട്. മനുഷ്യരുടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ബൈ ആൻഡ് ലാർജ് എന്ന മെഗാ കോർപ്പറേറ്റ് കമ്പനി 700 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരെയും എയർഷിപ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബിഎൻഎൽ കമ്പനി വേസ്റ്റ് അലോക്കേഷൻ ലോഡ് ലിഫ്റ്റർ എർത്ത് ക്ലാസ് അഥവാ വോളി എന്ന റോബോട്ടുകളെ ഭൂമി വൃത്തിയാക്കാൻ ലോഞ്ച് ചെയ്തിരുന്നു. എന്നാൽ അതിൽ ഒന്നും മാത്രമേ വർക്കിംഗ് കണ്ടീഷനിലുള്ളൂ. സംഗതി നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നി ബിഎൻഎല്ലും ആ ഉദ്ദേശം നിർത്തലാക്കിയ മട്ടാണ്. പക്ഷെ ബാക്കിയായ വോളി തന്റെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. ആൾക്ക് കൂട്ടിനായി ഹാൾ എന്ന ഒരു പാറ്റ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെയുള്ള സ്ഥാപനങ്ങളെല്ലാം ബിഎൻഎല്ലിന്റേതായിരുന്നു. ഒരു മെഗാ കോർപ്പറേറ്റ് ഭരണം എന്താണെന്ന് നമുക്കത് കണ്ടാൽ മനസ്സിലാകും. എയർഷിപ്പിന്റെ പഴയ പരസ്യമൊക്കെ ഇപ്പോഴും അവിടെ പ്ലേ ചെയ്യുന്നത് കാണാം. വോളി തന്റെ ഗരാഷിലേക്ക് പോകുന്നു. അവിടെ മുഴുവൻ വോളി ശേഖരിച്ച വസ്തുക്കളാണ്. ഒരു പഴയ റൊമാന്റിക് മൂവി കണ്ട് വോളി നോക്കി നിൽക്കുന്നു. വോളിക്കും മനുഷ്യരെ പോലെ ഇമോഷൻസും ഫീലിംഗ്സും എല്ലാം ഉണ്ടായിരുന്നു. പുറത്തു നിൽക്കുമ്പോൾ വോളിക്ക് ഒരു അലേർട്ട് സിഗ്നൽ ലഭിക്കുന്നു. പേടിച്ച് അകത്ത് കയറി ഒരു ബോക്സായി നിന്ന് റെസ്റ്റ് എടുക്കുന്നു. ചാർജ് തീർന്ന വോളി രാവിലെ സൂര്യവെളിച്ചം കൊണ്ട് ഫുൾ ചാർജായി വീണ്ടും പണി തുടങ്ങുന്നു. കൂടെ ഹാളുമുണ്ട്. ഇതിനിടയിലൊക്കെ പലതരം സാധനങ്ങൾ അവൻ കളക്ട് ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ പ്രഷ്യസ് എന്ന് കരുതുന്ന പലതും വോളിക്ക് വേണ്ടായിരുന്നു. ഒരു ഡയമണ്ട് റിംഗ് കണ്ടപ്പോൾ അത് വലിച്ചെറിഞ്ഞ് പെട്ടിയൊക്കെയാണ് അവൻ ശേഖരിക്കുന്നത്. വോളിക്ക് ഇതിനിടയിൽ ഒരു ചെടി ലഭിക്കുന്നു. അതും പെട്ടിയിലാക്കുന്നു. പെട്ടെന്ന് ഒരു ചുവന്ന ലേസർ ലൈറ്റ് കാണുന്നു. വോളി അത് ചേസ് ചെയ്യുന്നു. പോയി ഒരിടത്തെത്തുമ്പോൾ വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നു. ഒരു ലോഞ്ചിങ് വെഹിക്കിൾ വന്നതായിരുന്നു. അതിൽ നിന്ന് ഒരു നീല വെളിച്ചം പുറത്ത് സ്കാൻ ചെയ്യുന്നതായി അവൻ കാണുന്നു. ഒരു മെഷീൻ അവിടെ വെച്ച് ആക്ടിവേറ്റ് ആക്കുന്നു. അതൊരു ക്യൂട്ട് ആയിട്ടുള്ള LED കണ്ണുകളുള്ള വെളുത്ത റോബോട്ടായിരുന്നു. വോളി അതിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലോഞ്ചിങ് വെഹിക്കിൾ തിരിച്ചു പോകുന്നു. പുതിയ റോബോട്ടിനെ കണ്ട് വോളി അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു. ആകാശത്തിൽ പറന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന അവളെ നോക്കി നിൽക്കെ പെട്ടെന്ന് അവൾ അറ്റാക്ക് ചെയ്യുന്നു. വോളി തല നാരിയേക്കാണ് രക്ഷപ്പെട്ടത്. റോബോട്ട് എന്തെല്ലാമോ സ്കാൻ ചെയ്ത് നടക്കുകയാണ്. വോളി പിന്നാലെ തന്നെയുണ്ട്. അനക്കം കേട്ട് ഹാലിന് നേരെയും വെടിവെക്കുന്നു. ഹാലിനെ കണ്ടപ്പോൾ കൈ കാണിച്ചു വിളിക്കുന്നു. ഹാൽ ഇക്ലിയാക്കിയപ്പോൾ റോബോട്ട് കുടുങ്ങി ചിരിക്കുന്നുണ്ട്. ഇത് കണ്ട് വോളിയും ചിരിക്കുന്നു. വോളിയുടെ ശബ്ദം കേട്ട് വോളിക്ക് നേരെ വീണ്ടും വെടിയുതിർക്കുന്നു. വോളി ഒരു ബോക്സായി നിന്ന് വിറച്ചു നിൽക്കുകയാണ്. ഹാലിനെ അവൾ തിരിച്ചു നൽകുന്നു. റോബോട്ട് സ്കാൻ ചെയ്ത് അങ്ങനെ നടക്കുന്നു. അവളെ കണ്ട് ഫ്ലാറ്റായ വോളി പിന്നാലെ തന്നെയുണ്ട്. അന്നത്തെ ജോലി തീർത്ത് രാത്രി പവർ ഓഫ് ആയി നിന്ന് അവൾ രാവിലെ ഉണർന്നപ്പോൾ കാണുന്നത് വോളി തന്റെ ഇമേജ് സൃഷ്ടിച്ചു വെച്ചതാണ്. അവൾ കാര്യമായി അത് മൈൻഡ് ചെയ്യാത്തത് വോളിക്ക് വിഷമമുണ്ടാക്കുന്നുണ്ട്. അവൾ എന്തോ സീരിയസ് ആയി തേടി നടക്കുകയാണ്. കപ്പലിലെ ഒരു മാഗ്നറ്റിക് ട്രാഷ് പുള്ളർ അവളെ കുടുക്കുന്നു. ദേഷ്യത്തിൽ അവൾ ആ കപ്പൽ തന്നെ കത്തിച്ചു കളയുന്നു. അവൾക്ക് എന്തോ സങ്കടമുണ്ടെന്ന് വോളി മനസ്സിലാക്കുന്നു. അടുത്തു വന്നിരിക്കുന്നു. വോളി സ്വയം പരിചയപ്പെടുത്തുന്നു. അവളുടെ പേര് ഈവ് എന്നായിരുന്നു. വോളി പക്ഷേ ഈവ എന്നാണ് വിളിക്കുന്നത്. അവൾ കുടുങ്ങിച്ചിരിക്കുന്നു. വോളിക്ക് എന്തോ അലേർട്ട് ലഭിക്കുന്നു. ഒരു പുകപടലം കാണുന്നു. വോളി ഈവയും കൂട്ടി അവന്റെ ഗരാഷിലേക്ക് പോകുന്നു. ഗരാഷിലെ വസ്തുക്കൾ അത്ഭുതത്തിൽ നോക്കി കാണുമ്പോൾ ഒരു മീനിന്റെ രൂപമുള്ള സ്പീക്കർ പാട്ടുപാടുന്നു. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് വെടിയുതിർക്കുന്ന ലൈനിൽ നിൽക്കുന്ന ഈവിനെ വോളി തടയുന്നു. വോളി അവന്റെ കളക്ഷൻസ് കാണിച്ചു കൊടുക്കുന്നു. ഒരു കാസറ്റ് പ്ലേ ചെയ്ത് കൊടുക്കുന്നു. അതിൽ വോളിയുടെ ഫേവറേറ്റ് സോങ് ആയിരുന്നു. അതിലെ പോലെ വോളി ഡാൻസ് ചെയ്യുന്നു. കൂടെ ഈവയും ഡാൻസ് ചെയ്യാൻ ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ കാര്യം ഒരു ഇച്ചിരി കഷ്ടം തന്നെയായിരുന്നു. വോളിയുടെ ഒരു കണ്ണ് ഡാമേജ് ആവുന്നു. ഈവ ആകെ പേടിക്കുന്നു. പക്ഷെ വോളിയുടെ കയ്യിൽ സ്പെയർ പാർട്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്നൊന്നെടുത്ത് അവനത് റെഡിയാക്കുന്നു. ഈവ ലൈറ്റർ കത്തിക്കുന്നു. മ്യൂസിക്കും ലൈറ്റും വോളിയെ വേറൊരു മൂഡിലാക്കിയിട്ടുണ്ട്. ഈവന്റെ ഉള്ളിലും എന്തോ ഒരു സ്പാർക്ക് വരുന്നുണ്ടായിരുന്നു. വോളി തനിക്ക് ലഭിച്ച ആ ചെടി അവൾക്ക് നൽകുന്നു. ഈവ് തേടി നടക്കുന്നതും അതായിരുന്നു. ഈവ് എന്ന ടെറസ്ട്രിയൽ വെജിറ്റേഷൻ ഇവാലുവേറ്റർ എന്നായിരുന്നു. ചെടി കണ്ടതും അവളുടെ ക്യാരക്ടർ ആകെ മാറുന്നു. ചെടി പെട്ടെന്ന് അവളുടെ അകത്തേക്ക് നിക്ഷേപിക്കപ്പെടുകയും അവൾ സ്റ്റാൻഡ് ബൈ മോഡിൽ അനങ്ങാതെ നിൽക്കാനും തുടങ്ങി. ഒരു പച്ച ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു. വോളി എത്ര വിളിച്ചിട്ടും അവൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ചാർജ് തീർന്നതാവാമെന്ന് കരുതി വോളി രാവിലെ അവളെ സൂര്യന്റെ വെളിച്ചം കൊള്ളിക്കുന്നു. വോളി അവൾ ഉണരുന്നതും കാത്തുനിന്നു.
മഴ പെയ്തപ്പോൾ കുട ചൂടി അവളെ സംരക്ഷിച്ചു. പിന്നീട് അവളെയും കൊണ്ടായി വോളിയുടെ യാത്രകൾ. വോളിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവളെ. ഒരു പ്രതികരണവും കാണാതെ സങ്കടത്തോടെ വോളി തന്റെ ജോലിയിൽ തന്നെ മുഴുകാൻ തീരുമാനിച്ചു. പെട്ടെന്ന് ഒരു പ്രകാശം വരുന്നു. വോളി ഈവിന്റെ അടുത്തേക്ക് ഓടുന്നു. ഈവിനെ കൊണ്ടുപോകാൻ ലോഞ്ചിങ് വെഹിക്കിൾ തിരികെ എത്തിയതായിരുന്നു. അത് പറക്കും മുമ്പേ വോളി അതിൽ കയറി പറ്റുന്നു. അവനെയും കൊണ്ട് അത് ആകാശത്തേക്ക് പറക്കുന്നു. ഹോൾ ഇതെല്ലാം കണ്ട് ഭൂമിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. ഭൂമിയെ വിട്ട് വോളി യാത്രയാവുകയാണ്. സൗരയൂഥം മറികടന്ന് ആകാശഗംഗ താണ്ടി അവർ ഒരു സ്പേസ് ഷിപ്പിന്റെ അടുത്തെത്തുന്നു. ആക്സിയം എന്നായിരുന്നു അതിന്റെ പേര്. ലോഞ്ചിങ് വെഹിക്കിൾ അതിനകത്തേക്ക് പ്രവേശിക്കുന്നു. ഈവയെ കാണുന്നു. അവളെ എങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനാണ്. മൈക്രോ ഒബ്ലറേറ്റർ അഥവാ എംഒ എന്ന റോബോട്ട് എത്തുന്നു. ക്ലീനിംഗ് ആണ് അവന്റെ ജോലി. ഈവനെ വൃത്തിയാക്കുന്നു. 100% വൃത്തികേടായ വോളിയെ ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചമോ പരാജയപ്പെടുന്നു. വെരിഫിക്കേഷൻ റോബോട്ട്സ് വരുന്നു. ഈവിനെ സ്കാൻ ചെയ്ത് അവർ അലർട്ട് മുഴക്കുന്നു. ഈവിനെയും കൊണ്ടുപോകുന്നു. പിന്നാലെ വോളിയും. വോളിയുടെ പാടുകൾ കണ്ട് അത് ക്ലീനാക്കി പിന്നാലെ എംഒയും ഉണ്ട്. ട്രാൻസ്പോർട്ട് ചാനലിലൂടെ ഈവിനെ അയക്കുന്നു. വോളി അപ്പോഴും അവളെ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു. ഈ സമയം പോർട്ടബിൾ സീറ്റിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് മനുഷ്യരെ വോളി കാണുന്നുണ്ട്. എല്ലാവരും നന്നായി തടിച്ചിട്ടുണ്ട്. കാലുകളൊക്കെ നിലത്ത് തട്ടിയിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. എന്തിനും ഏതിനും റോബോട്ട്സിന് സഹായം വേണ്ട അവസ്ഥയാണ് ഈ മനുഷ്യർക്ക്. താഴെ വീഴുന്ന ജോൺ എന്നൊരാളെ വോളി സഹായിക്കുന്നുണ്ട്. വോളി ഒരു വിധത്തിൽ ഈവിനെ വീണ്ടും കണ്ടെത്തുന്നു. മനുഷ്യരെപ്പോഴും സ്ക്രീനുകളുടെ മുന്നിലാണ്. വോളി കാരണം ഒരു സ്ത്രീയുടെ മുന്നിലെ സ്ക്രീൻ മായുന്നു. അപ്പോഴാണ് അവൾ തന്റെ ചുറ്റുമുള്ളതൊക്കെ കാണുന്നത്. അവൾ വോളിയെ ഈവിയുടെ അടുത്തെത്താൻ മാറിക്കൊടുക്കുന്നു. സ്ക്രീൻ മറിഞ്ഞപ്പോഴാണ് തന്റെ അടുത്ത് ഒരു പൂളുള്ളത് പോലും അവൾ അറിയുന്നത്. വോളി ഈവിന്റെ കൂടെ ലിഫ്റ്റിൽ കയറുന്നു. ഒരു സ്കാനർ ഈവിനെ സ്കാൻ ചെയ്യുന്നു. വോളി അറിയാതെ ക്യാപ്റ്റന്റെ റൂമിലെത്തുന്നു. ഉറക്കമുണർന്ന ക്യാപ്റ്റനെ റോബോട്ടുകൾ ഒരുക്കുകയാണ്. ക്യാപ്റ്റനെ ഈവിന്റെ അടുത്തെത്തിക്കുന്നു. ക്യാപ്റ്റന് ഒരു കാപ്പി പോലും തനിച്ചെടുക്കാനുള്ള ശേഷിയില്ലായിരുന്നു. സംഗതി പൈലറ്റ് ആണെങ്കിലും എയർഷിപ്പ് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോ എന്നൊരു റോബോട്ട് വീലാണ്. എല്ലാം കറക്റ്റ് ആണ് എന്ന് മാത്രമാണ് ക്യാപ്റ്റന് നോക്കാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ കാര്യമായിട്ടൊരു പണിയുമില്ലെന്ന്. ക്യാപ്റ്റൻ എല്ലാവരും അഭിസംബോധനം ചെയ്യുന്നു. മനുഷ്യർ എയർഷിപ്പിൽ എത്തിയിട്ട് ഇന്നേക്ക് 700 വർഷം തികയുകയായിരുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈവ് ചെടി കൊണ്ടുവന്നത് ക്യാപ്റ്റൻ ശ്രദ്ധിക്കുന്നത്. എന്നെങ്കിലും ഒരു ചെടി കണ്ടെത്തുകയാണെങ്കിൽ തിരിച്ചു ഭൂമിയിലേക്ക് പോവാനുള്ള സജഷൻ BNLന്റെ ഒരു വീഡിയോ ഫുട്ടേജിൽ ഉണ്ടായിരുന്നു. അതിനായുള്ള മാനുവലും നൽകപ്പെട്ടിരുന്നു. ആക്ടിവേറ്റ് ആക്കപ്പെട്ട് ഈവ് വോളിയെ കണ്ട് അത്ഭുതപ്പെടുന്നു. അവനെ ഒളിപ്പിക്കുന്നു. ചെടിയെടുക്കാനായി ഈവയെ തുറന്നപ്പോൾ ഈവയുടെ അകത്ത് ചെടി കാണുന്നില്ല. ഇത് ഫോൾസ് അലാമായിരിക്കാമെന്ന് അവർ കരുതുന്നു. തന്റെ അടുത്തുള്ള ചെടി നഷ്ടപ്പെടാൻ കാരണം വോളിയാണെന്ന് കരുതി ഈവ് വോളിയോട് ദേഷ്യപ്പെടുന്നു. ഈവയ്ക്ക് എന്തോ എറർ സംഭവിച്ചതാമെന്ന് കരുതി അവളെ റിപ്പയർ റൂമിലേക്ക് മാറ്റുന്നു. വോളി ഇതിനിടയിൽ ക്യാപ്റ്റന് കൈ കൊടുക്കുന്നുണ്ട്. എന്നാൽ അവന്റെ കയ്യിലെ മണ്ണും പൊടിയുമെല്ലാമായി ഇവനെ ഒന്ന് വൃത്തിയാക്കണം എന്ന് പറഞ്ഞ് അവൻ റിപ്പയർ റൂമിലോട്ട് മാറ്റുന്നു. കയ്യിൽ കിട്ടിയ മണ്ണ് അനലൈസ് ചെയ്തപ്പോൾ അത് ഭൂമിയിൽ നിന്നാണെന്ന് ക്യാപ്റ്റൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ആദ്യമായി ഭൂമിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നു. എംഒ ഇപ്പോഴും വോളി ഉണ്ടാക്കിയ വൃത്തികേട് ക്ലീൻ ആക്കി അവന്റെ പിന്നാലെ തന്നെയുണ്ട്. റിപ്പയർ റൂം ഒരു മെന്റൽ ഹോസ്പിറ്റൽ പോലെയാണ്. ഇഷ്യൂസ് ഉള്ള റോബോട്ട്സിനെല്ലാം അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവയെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ടെസ്റ്റ് ചെയ്യുന്ന രീതി കണ്ട് വോളി ഭയക്കുന്നു. അവളുടെ അടുത്തെത്താൻ ശ്രമിക്കുന്നു. അവിടെ ഒരുപാട് അപകടം വരുത്തുന്നു. എല്ലാ പ്രശ്നക്കാരായ റോബോട്ട്സും പുറത്തേക്ക് രക്ഷപ്പെടുന്നു. ഗാർഡ് റോബോട്ട്സ് അലേർട്ടായി എല്ലാവരെയും തടയുന്നു. പ്രശ്നക്കാരെ മുദ്രകുത്തി ഈവിനെയും വോളിയെയും കുറിച്ച് എല്ലാവർക്കും വാർണിംഗ് പോകുന്നു. ഈവ് വോളിയെ എടുത്ത് രക്ഷപ്പെടുന്നു. അവനെ എസ്കേപ്പ് പോഡിൽ കയറ്റി ഭൂമിയിലേക്ക് തിരിച്ചുവിടാനുള്ള പ്ലാനിലായിരുന്നു ഈവ്. അങ്ങോട്ട് കൂടെ വരാൻ പറഞ്ഞപ്പോൾ ഈവ് വരാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ താനും പോകുന്നില്ലെന്ന് വോളിയും. ആ സമയം ഓട്ടോ റോബോട്ടിന്റെ അസിസ്റ്റന്റായ ഗോഫർ ബോട്ട് GO4 അവിടെ എത്തുന്നു. സത്യത്തിൽ അവന്റെ കയ്യിലായിരുന്നു ആ ചെടി. ആരും കാണാതെ അതിനെ പോഡിൽ വെച്ച് നശിപ്പിക്കാനുള്ള ഉദ്ദേശമാണ്. GO4 ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴേക്കും വോളി പോഡിൽ കയറുന്നു. പോഡ് വോളിയും കൊണ്ട് പറക്കുന്നു. ഈവ് സെൽഫ് ലോഞ്ച് ചെയ്ത് അവനെ ഫോളോ ചെയ്യുന്നു. സെൽഫ് ഡിസ്ട്രക്ഷൻ നടന്ന് പോഡ് എക്സ്പ്ലോഡ് ആവുന്നു. പക്ഷെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ചുകൊണ്ട് വോൾ രക്ഷപ്പെട്ടിരുന്നു. പ്ലാന്റ് നശിക്കാതെ വോളിയുടെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് കണ്ട് സിഗ്നൽ ആക്സിയമിലേക്ക് ഈവിൽ നിന്ന് സെൻഡ് ആവുന്നു. ഈവ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നു. രണ്ടുപേരും സ്പേസിൽ പറന്നു നടക്കുന്നു. വോളി നേരത്തെ പരിചയപ്പെട്ട മേരി ഇതെല്ലാം എയർഷിപ്പിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തുണ്ടായിരുന്ന അവൾ ആ ദൃശ്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ ഉള്ളിലും പരസ്പരം ഒരു ഫീലിംഗ് ജനിക്കുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻ എർത്തിലെ പഴയ ദൃശ്യങ്ങളെല്ലാം തേടി പിടിച്ചു കണ്ട് ആകെ എക്സൈറ്റഡ് ആണ്.
പക്ഷെ ഓട്ടോ റോബോട്ട് അതെല്ലാം ഓഫ് ചെയ്ത് അയാളോട് ഉറങ്ങാൻ പറയുന്നു. എന്നാലും ക്യാപ്റ്റൻ ഭൂമിയിലെ പഴയ ജീവിതം റിസർച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ വോളിയം കൊണ്ട് ആക്സിയത്തിന്റെ അകത്ത് കടക്കുന്നു. ആരുടെ കണ്ണിലും പെടാതെ ട്രാഷ് ഡോറിലൂടെ ഈവ് ക്യാപ്റ്റന്റെ അടുത്തെത്തി ചെടി നൽകുന്നു. ഈവ് ഭൂമിയുടെ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. മലിനമായി കിടക്കുന്ന ഭൂമി കണ്ട് ക്യാപ്റ്റൻ സങ്കടപ്പെടുന്നു. ദൃശ്യങ്ങളിൽ വോളിക്ക് തന്നോടുള്ള സ്നേഹമെല്ലാം ഈവ് കാണുന്നുണ്ട്. വോളി ട്രാഷ് ഡോറിൽ കയറുന്നു. എമ്മോ അപ്പോഴും വോളിയുടെ പാടുകൾ വൃത്തിയാക്കിക്കൊണ്ട് പിന്നാലെ ഉണ്ട് കേട്ടോ. ക്യാപ്റ്റൻ ഓട്ടോയെ വിളിക്കുന്നു. ഭൂമിയിലേക്ക് പോകണമെന്ന് പറയുന്നു. പക്ഷേ ഓട്ടോ സമ്മതിക്കുന്നില്ല. ചെടി കൈക്കലാക്കാൻ നോക്കുന്നു. ഓട്ടോ BNLന്റെ പഴയ ഹെഡിന്റെ ഒരു വീഡിയോ ഫുട്ടേജ് കാണിക്കുന്നു. റീകൊളോണലൈസ് സാധ്യമല്ലാത്ത വിധം ഭൂമി മലിനമായിട്ടുണ്ട്. എന്തെങ്കിലും ചെടി ലഭിച്ചാൽ ക്യാപ്റ്റൻ എർത്തിലേക്ക് തിരിച്ചുവിടാൻ പറഞ്ഞാലും അതിന് സമ്മതിക്കാതെ എയർഷിപ്പുകളിലെ ഓട്ടോ പൈലറ്റ്സ് ചുമതല ഏറ്റെടുക്കണമെന്നും A113 നടപ്പിലാക്കണമെന്നുമായിരുന്നു ഹെഡ് അതിൽ പറയുന്നത്. 2110 വീഡിയോ ആയിരുന്നു അത്. ഇത് കണ്ടിട്ടും ക്യാപ്റ്റൻ സമ്മതിക്കുന്നില്ല. ഭൂമിയാണ് നമ്മുടെ വീടെന്നും തിരിച്ചു പോകണമെന്നും തർക്കിക്കുന്നു. Geo4 ചെടിയെടുത്ത് ട്രാഷിലിടുന്നു. പക്ഷെ ചെടി വന്ന് വീണത് വോളിയുടെ തലയിലാണ്. ഓട്ടോ അത് കൈക്കലാക്കാൻ വേണ്ടി ശ്രമിച്ച് വോളിയെ ഇലക്ട്രിക്യൂട്ട് ചെയ്യുന്നു. ഈവിനെ ഷട്ട് ഡൗൺ ചെയ്യുന്നു. രണ്ടുപേരെയും ട്രാഷിലിട്ട് ക്യാപ്റ്റനെ റൂമിൽ തടവിലാക്കുന്നു. ട്രാഷുകൾ നിക്ഷേപിക്കുന്ന ഗ്രൗണ്ടിൽ കുട്ടി മൗസുകൾ കാരണം ഈവ് വീണ്ടും ഓൺ ആവുന്നു. ഇപ്പോൾ വേസ്റ്റുകളെല്ലാം വോളികൾ സ്പേസിലേക്കാണ് നിക്ഷേപിക്കാറുള്ളത്. 2 ക്യൂബുകളിൽ ആയി അടുത്തടുത്ത് വോളിയും ഈവുമുണ്ട്. സ്പേസിലേക്ക് ഡംപ് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. ഡോർ അടയും മുമ്പ് വോളിയെ രക്ഷിക്കാൻ ഈവ് ശ്രമിക്കുന്നു. അപ്പോഴേക്കും എമ്മ വോളിയുടെ ട്രാക്ക് ട്രേസ് ചെയ്തു വന്ന് ഡോർ ജാമാക്കുന്നു. അവന്റെ സഹായത്തോടെ രണ്ടുപേരും രക്ഷപ്പെടുന്നു. വോളി അവന്റെ കയ്യിലുള്ള ചെടി ഈവിന് നൽകുന്നു. അവന് തിരിച്ച് ഭൂമിയിലേക്ക് പോകണമെന്ന് പറയുന്നു. അവരതിന് തയ്യാറാവുന്നു. വോളിയും കൊണ്ട് ഈവ് ക്യാപ്റ്റന്റെ അടുത്തെത്താനുള്ള ഓട്ടത്തിലാണ്. സ്ക്രീനിൽ നിന്ന് ക്യാപ്റ്റൻ വോളിയുടെയും ഈവിന്റെയും വരവറിയുന്നു. നടന്നതെല്ലാം സിറ്റിസൺസിനോട് സ്ക്രീനിലൂടെ അറിയിക്കുന്നു. പ്ലാൻ തന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഓട്ടോയെ ക്യാപ്റ്റൻ പറ്റിച്ച് റൂമിലെത്തിക്കുന്നു. ഓട്ടോയും ക്യാപ്റ്റനും മൽപ്പിടുത്തത്തിലാവുന്നു. ഇതിനിടയിൽ ജിയോ ടവറിൽ നിന്ന് താഴേക്ക് വീണ് ഡാമേജ്ഡ് ആവുന്നു. റിപ്പയർ റൂമിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ സഹായത്തോടെ ഗാർഡ്സിനെ വകവരുത്തുന്നു. ഇതിനിടയിൽ ക്യാപ്റ്റൻ റീകൊളോണൈസേഷൻ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇനി ആ ചെടി മാത്രമേ പ്ലേസ് ചെയ്യാനുള്ളൂ. സിറ്റിസൺസ് എല്ലാവരും BNLന്റെ മെയിൻ ഏരിയയിലേക്ക് എത്തുന്നു. അകത്ത് നടക്കുന്ന മൽപ്പിടുത്തത്തിൽ ഷിപ്പ് ഔട്ട് ഓഫ് കൺട്രോൾ ആകുന്നു. സിറ്റിസൺസ് പരസ്പരം സഹായിച്ച് ഒരുവിധം സുരക്ഷിതരാകുന്നു. വോളി ചെടി വെക്കാനുള്ള ഏരിയ സംരക്ഷിക്കുന്നതിനിടയിൽ ഓട്ടോ കാരണം അതിൽ കുടുങ്ങുന്നു. ഇതും കൂടി കണ്ട ക്യാപ്റ്റൻ ജീവിതത്തിൽ ആദ്യമായി 2 കാലിൽ നിന്ന് ഓട്ടോയെ നേരിടുന്നു. ഓട്ടോയെ ഓഫ് ചെയ്ത് ഷിപ്പിന്റെ കൺട്രോൾ ക്യാപ്റ്റൻ തിരിച്ചെടുക്കുന്നു. ചെടി കണ്ടെത്തിയ എമ്മോ സിറ്റിസൺസിന്റെ സഹായത്തോടെ അത് ഈവിന് കൈമാറുന്നു. അതിന്റെ സ്ലോട്ടിൽ പ്ലേസ് ചെയ്യുന്നു. കുടുങ്ങിയ വോളിയെ തിരിച്ചു കിട്ടിയപ്പോഴേക്കും അവൻ കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ആയിരുന്നു. സ്പേസ് ഷിപ്പ് തിരിച്ച് എർത്തിലേക്ക് ഹൈപ്പർ ജമ്പ് ചെയ്യുന്നു. വോളി ആക്സിയമിന്റെ വരവ് അറിയുന്നുണ്ടായിരുന്നു. സിറ്റിസൺസ് എല്ലാവരും നടന്ന് പുറത്തെത്തുന്നു. ഈവ് വോളിയം കൊണ്ട് അവന്റെ ഗരാഷിലേക്ക് പറക്കുന്നു. സ്പെയർ പാർട്സ് കണ്ടെത്തി റിപ്പയർ ചെയ്യുന്നു. ഡാമേജ്ഡ് ആയ മദർ ബോർഡ് മാറ്റുന്നു. അങ്ങനെ വോളി ആക്ടിവേറ്റ് ആവുന്നു. പക്ഷേ വോളി എല്ലാം മറന്നിരിക്കുന്നു. ഈവിനെയും ഹോളിനെയും അവന്റെ കളക്ഷനും എല്ലാം. വോളി തന്റെ ജോലിയിൽ മുഴുകിക്കൊണ്ടിരുന്നു. ഈവ് എത്ര ശ്രമിച്ചിട്ടും വോളി റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു. ഈവ് തന്റെ കൈകൾ വോളിയുടെ കൈകളിൽ വെച്ചു. തലകൾ തമ്മിൽ ചേർത്ത് വെച്ചു. വോളി അവളെ നോക്കിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് വോളി ഈവിനെ പേര് വിളിക്കുന്നു. അതെ, വോളിക്ക് ആ നിമിഷം എല്ലാ ഓർമ്മകളും തിരിച്ചു ലഭിച്ചിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റനും കൂട്ടരും ആ ചെടി നട്ടുകൊണ്ട് പുതിയൊരു തുടക്കം കുറിക്കുകയായിരുന്നു. ഭൂമിയിൽ അപ്പോഴേക്കും ഒരുപാട് പുതുനാമ്പുകൾ ഉയർന്നു വന്നിരുന്നു. ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുന്ന അവസാന ദൃശ്യങ്ങളിൽ മനുഷ്യർ വീണ്ടും ഭൂമിയെ സ്നേഹിച്ചു തുടങ്ങുന്നതും റോബോട്ടുകളുടെ സഹായത്തോടെ പഴയ ഭൂമിയെ തിരിച്ചു കൊണ്ടുവരുന്നതും കാണിക്കുന്നു. വോളിയും ഈവും ഒരു മരത്തെ നോക്കി നിൽക്കുന്നതായി കാണാം. ആ മരമായിരുന്നു ഭൂമിയിലെ വീണ്ടും വസന്തം വിരിയിക്കാൻ നിമിത്തമായത്.